JNUവിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവന്ന കുറ്റം ചുമത്തി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെയും ദില്ലി പോലീസിന്റെയും ഒത്തുകളിയെന്ന് വ്യക്തം. രാജ്യവിരുദ്ധ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചാണ് ദില്ലി പോലീസ് വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷൻ കൻഹയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് കാരണമായ പ്രസംഗം വിദ്യാർത്ഥികൾ പുറത്തുവിട്ടു. പാക് അനുകൂല മുദ്രാവാക്യം ക്യാമ്പസിൽ ഉയർന്നതിനെ പ്രസംഗത്തിൽ വിമർശിക്കുന്ന കൻഹയ്യ ഒരിക്കൽ പോലും അഫ്സൽ ഗുരു അനുസ്മരണത്തെ അനുകൂലിക്കുന്നില്ല. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്നുമുണ്ട്. സിവിൽ വേഷത്തിൽ JNU ക്യാമ്പസിൽ കയറിയ ദില്ലി പോലീസ് ആരുമറിയാതെയാണ് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കൻഹയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തത്. കാരണമായി പറഞ്ഞത് കൻഹയ്യ കുമാർ ക്യാമ്പസിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്നായിരുന്നു. 20 മിനിറ്റ് നീണ്ട പ്രസംഗം പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. रोहित ने अपना जान गंवाया है, लेकिन मैं कहना चाहता हूं इन संघियों को, लानत है तुम्हारी सरकार पर और चुनौती है मुझे केंद्र सरकार को कि आप रोहित के मामले में जो किया है वो JNU में हम नहीं होने देंगे. JNUവിൽ പ്രതിഷേധത്തിന് കാരണമായ അഫ്സൽ ഗുരു അനുസ്മരണത്തിന് പിന്നാലെ പ്രതിഷേധിച്ചുകൊണ്ട് കൻഹയ്യ കുമാർ നടത്തിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു. छोड़ दो पाकिस्तान की बात और बांग्लादेश की बात, हम कहते हैं कि दुनिया के गरीबों एक हो, दुनिया के मजदूरों. കോളേജിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കൻഹയ്യ സംസാരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും മാനവവിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയെയും RSSനെയും AOF നേതാവ് കൂടിയായ കൻഹയ്യ വിമർശിക്കുന്നുണ്ട്. അഫ്സൽ ഗുരു അനുസ്മരണം നടത്തിയ DSU വിദ്യാർത്ഥികളെയും പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. അനുസ്മരണത്തിനിടയിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതിനെ അനുകൂലിക്കാനാകില്ലെന്നും കൻഹയ്യ പറയുന്നുണ്ട്. कौन है अफजल गुरु? कौन है ये लोग जो आज इस स्थिति में हैं कि अपने शरीर में बम बांधकर हत्या करने को तैयार हैं? अगर यह सवाल यूनिवर्सिटी में नहीं उठेगा, मुझे नहीं लगता कि यूनिवर्सिटी होने का कोई. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് എങ്ങനെ രാജ്യവിരുദ്ധമാകുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതാണ് ദില്ലി പോലീസിനെ ചൊടിപ്പിച്ചതെന്നും വ്യക്തം. ന്യൂസ് ബ്യൂറോ, ദില്ലി. JNUവിൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPI രാജ്യസഭാ നേതാവ് D രാജയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. നിരപരാധികൾക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി മറ്റ് ഉറപ്പുകളൊന്നും നൽകിയില്ല. അതേസമയം JNUവിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാവുകയാണ്. പാർലമെന്റ് ആക്രമണക്കേസുമായി ബന്ധപ്പെട്ട് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ 1ാം വാർഷിക ദിനമായ ഫെബ്രുവരി 9-നാണ് JNUവിൽ വിദ്യാർത്ഥികൾ അഫ്സൽ ഗുരുവിനും തൂക്കിലേറ്റപ്പെട്ട ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവ് മക്ബൂൽ ഭട്ടിന്റെയും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. അഫ്സൽ ഗുരു ഭരണഗൂഢാലോചനയുടെ ഇരയാണെന്ന് ആരോപിച്ചായിരുന്നു അനുസ്മരണ പരിപാടി. ആദ്യം പരിപാടിക്ക് അനുമതി നൽകിയ സർവകലാശാല അധികൃതർ ABVP ഇടപെടലിൽ അനുമതി റദ്ദാക്കി. ഇതിനെതിരെ പ്രകടനം നടത്തിയ വിദ്യാർത്ഥി ചെയർമാൻ കൻഹയ്യ കുമാറിനെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യവിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടി. കൻഹയ്യ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ വീഡിയോ ആധാരമാക്കിയാണ് അറസ്റ്റെന്ന് പോലീസ് അറിയിച്ചു. രാജ്യദ്രോഹം, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് വിദ്യാർത്ഥിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. BJP MP മഹേഷ് ഗിരിയുടെയും ABVPയുടെയും പരാതിയിൽ കണ്ടാൽ തിരിച്ചറിയുന്ന വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് സമാന കേസെടുത്തു. ജവഹർലാൽ നെഹ്റു സർവകലാശാല അടച്ചുപൂട്ടണമെന്ന് VHPയും സംഘപരിവാർ സംഘടനകളും ആവശ്യപ്പെട്ടു. അഫ്സൽ ഗുരു അനുസ്മരണം സംഘടിപ്പിച്ചതിനെതിരെ ABVP ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ പ്രതിഷേധം നടത്തി. എന്നാൽ കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും ചേർന്ന് സർവകലാശാലയിൽ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സംഘപരിവാർ ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പകപോക്കുകയാണെന്നും വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ വിട്ടയക്കണമെന്നും CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. P. ജയരാജനെ മറ്റൊരു മദനിയാക്കാൻ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജയരാജനെതിരായ കേസിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്നും ജയിലിൽ അടച്ചോ UAPA ചുമത്തിയോ പാർട്ടിയെ തകർക്കാനാവില്ലെന്നും കോടിയേരി പറഞ്ഞു. സഖാവ് P. ജയരാജനെ മറ്റൊരു മദനിയാക്കി മാറ്റാനാണ് ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇലക്ഷൻ അടുത്ത് വരുന്ന സന്ദർഭത്തിൽ CPM നേതാക്കന്മാരെ വിചാരണ കൂടാതെ ജയിലിൽ വെക്കുന്നതിനും നാട് കടത്തുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിവിധ കേസുകളിൽ UAPA ചുമത്തുന്നത്. ഇത്തരത്തിലുള്ള നടപടി കൊണ്ട് CPMനെ തകർക്കാം എന്ന ധാരണ BJPയും കോൺഗ്രസും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇത് നിയമപരമായും രാഷ്ട്രീയമായും ഈ നീക്കത്തെ CPM നേരിടും. P. ജയരാജന്റെ ആരോഗ്യനിലയെക്കുറിച്ച് CBI റിപ്പോർട്ട് തേടി. പരിയാരത്തെ കാർഡിയോളജിസ്റ്റിനോട് ഉടൻ ഹാജരാകണമെന്ന് CBI ആവശ്യപ്പെട്ടു. P. ജയരാജൻ കോടതിയിലെത്തുമ്പോൾ കണ്ണൂരിൽ നടന്ന കൊലപാതകങ്ങളിൽ പോലീസും കേരള സർക്കാരുകളും കാട്ടിയിട്ടുള്ള ഇരട്ടത്താപ്പ് നയങ്ങൾ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ്.
പോലീസ് UAPA വകുപ്പ് ചുമത്തിയ 3 കേസുകളിൽ RSS പ്രവർത്തകർ പ്രതികളായ 2 കേസുകളിലും പോലീസ് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. RSSന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് കതിരൂർ മനോജ് വധക്കേസിൽ തന്നെ പ്രതിയാക്കിയതെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും കേസിനെ നേരിടുമെന്നും പറഞ്ഞ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ കോടതിയിൽ ഹാജരാകുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കണ്ണൂരിലെ ജനങ്ങളും ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങൾ കൂടി കേരള സർക്കാരുകൾക്കു നേരെ ഉയരുകയാണ്. 2015 ഫെബ്രുവരി 25-നാണ് CPIM പ്രവർത്തകൻ ഓണിയൻ പ്രേമൻ വെട്ടേറ്റ് മരിച്ചത്. 25-ന് രാത്രി ചിറ്റാരിപ്പറമ്പ് കള്ളുഷാപ്പിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇരട്ടക്കുളങ്ങരയിൽ സുഹൃത്തിന്റെ കല്യാണ വീട്ടിൽ പോയി മടങ്ങിവരവെ 12 പേരടങ്ങുന്ന RSS സംഘം ബോംബെറിഞ്ഞും അതിനുശേഷം 2 കാലുകളും വെട്ടിമാറ്റിയുമാണ് പ്രേമനെ കൊല ചെയ്തത്. 12 RSS പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് UAPA ചുമത്തിയെങ്കിലും UAPAക്ക് ഇതേവരെ സർക്കാർ അനുമതി നൽകിയിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിലാണ് UAPAക്ക് അനുമതി നൽകേണ്ടത്. എന്നാൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. 12 പേരടങ്ങുന്ന RSS സംഘമാണ് പ്രതിപ്പട്ടികയിൽ. 11 പേരെ പോലീസ് കണ്ടെത്തി ഒരാളെ ഒഴിവാക്കി. 10 RSS പ്രവർത്തകർ ജാമ്യം ലഭിക്കാവുന്ന അവസ്ഥയിലേക്ക് കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പോലീസ് ഒത്താശ ചെയ്തു. 6 മാസം പോലും ഇവരാരും ജയിൽവാസം അനുഭവിച്ചിട്ടുമില്ല. ഏപ്രിൽ 14 വിഷു ദിവസം അർദ്ധരാത്രിയാണ് CPIM പ്രവർത്തകൻ പൊയിലൂരിലെ വിനോദ് കൊല്ലപ്പെട്ടത്. രാത്രി നെഞ്ചിനു നേരെ ബോംബെറിഞ്ഞു കൊല്ലുകയായിരുന്നു. 13 RSS പ്രവർത്തകരെ കൊളവല്ലൂർ പോലീസ് UAPA ചുമത്തി പ്രതിപ്പട്ടികയിൽ ചേർത്തു. കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചില്ല. 10 പേരും ജാമ്യത്തിലിറങ്ങി സ്വതന്ത്രമായി വിഹരിക്കുന്നു. അതേസമയം തന്നെ കേസന്വേഷണം ആരംഭിച്ച് 505 ദിവസം വരെ പ്രതിയല്ലെന്ന് CBI കോടതിയെപ്പോലും അറിയിച്ച CPM ജില്ലാ സെക്രട്ടറിയെ പ്രതിപ്പട്ടികയിൽ UAPA ചുമത്തി ചേർത്തതും രാഷ്ട്രീയ പ്രേരണയുടെ ഇരട്ടനീതിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള സർക്കാരും RSSും തമ്മിലുണ്ടാക്കിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ RSSകാരായ പ്രതികൾക്ക് ജാമ്യം കിട്ടത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിച്ചു. പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വിവേചനപൂർവവും അതോടൊപ്പം നിയമവിരുദ്ധവുമാണ് നടപടികളെന്ന് കാണാൻ കഴിയും. കതിരൂർ കേസിൻ്റെ കുറ്റപത്രം 180 ദിവസത്തിനടുത്ത് സമർപ്പിക്കാനും മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടാതിരിക്കാനും ഉത്സാഹം കാട്ടി. എന്നാൽ ചിറ്റാരിപ്പറമ്പ് പൊയിലൂർ കേസിൻ്റെ കുറ്റപത്രം നാളിതുവരെ സമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല, പൊയിലൂർ കേസിലെ ചില പ്രതികൾക്ക് 85 ദിവസം ജയിലിൽ കിടക്കുമ്പോഴേക്ക് ജാമ്യം കിട്ടി. കണ്ണൂരിലെ CPIM പ്രവർത്തകർക്കെതിരെ RSSും കേരള സർക്കാരുകളും ഒരുപോലെ കൈകോർക്കുന്നതിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. P. ജയരാജന്റെ അറസ്റ്റ് സംസ്ഥാന പോലീസിന്റെ അറിവോടെ അല്ലെന്ന് രമേശ് ചെന്നിത്തല. കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ CPIM തയ്യാറാകണമെന്നും ചെന്നിത്തല പറഞ്ഞു. നിലവിൽ അവതരിപ്പിച്ച ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് ആക്കി മാറ്റണമെന്ന് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം മാത്രമാണ്. JNU യൂണിവേഴ്സിറ്റിയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. കോൺഗ്രസുമായി യാതൊരു സഖ്യത്തിനില്ലെന്നും പിണറായി ചോദ്യത്തിന് മറുപടി നൽകി. നവകേരള മാർച്ചിന്റെ 29ാം ദിനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു പിണറായി. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്ന നിലക്കുള്ള ഒരു ബജറ്റ് അവതരണമാണ് നടന്നിട്ടുള്ളത്. മാന്യതയുണ്ടെങ്കിൽ ഈ നിയമസഭയിലെ മറുപടി പ്രസംഗത്തിൽ തന്നെ ഈ ബജറ്റ് പിൻവലിച്ചതായി അറിയിച്ച് ഒരു 3 മാസത്തേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കുന്ന നിലയാണ് സ്വീകരിക്കേണ്ടത്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കൊല്ലം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കൊല്ലം ജില്ലയിൽ ഇന്നിപ്പോൾ ഏത് കേന്ദ്രങ്ങളിലായാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്? മറ്റു വിവരങ്ങൾ. സൗമ്യ, നവകേരള മാർച്ച് പ്രയാണം ആരംഭിച്ചിട്ട് ഇന്ന് 30ാമത് ദിവസമാണ്. കൊല്ലം ജില്ലയിലെ പര്യടന പരിപാടികൾ ഇന്ന് പൂർത്തിയാവുന്നു. മാത്രമല്ല, ജാഥയുടെ മൊത്തത്തിലുള്ള പര്യടന പരിപാടികളും ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് രാവിലെ ചാത്തന്നൂരിലായിരുന്നു ആദ്യ സ്വീകരണ കേന്ദ്രം. വൻ ജനാവലിയാണ് ചാത്തന്നൂരിൽ പിണറായിയെ കാണാനും സ്വീകരിക്കാനും ഒക്കെയായി എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം പുനലൂരിലും ചടയമംഗലത്തും ആണ് ഇനിയുള്ള സ്വീകരണ കേന്ദ്രങ്ങൾ. പുനലൂരിൽ അല്പസമയത്തിനകം പിണറായി എത്തിച്ചേരും. ഇന്ന് ചടയമംഗലത്ത് വൈകിട്ട് ഒരുക്കുന്ന സ്വീകരണത്തോടുകൂടി ജാഥയുടെ പര്യടന പരിപാടികൾ അവസാനിക്കും. തുടർന്ന് ജാഥ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. തട്ടത്തുമലയിൽ, ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ ജാഥയെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് തിരുവനന്തപുരത്തെ CPM നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. നാളെ ജാഥയുടെ സമാപനം ശംഖുമുഖം കടപ്പുറത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചാണ് ശംഖുമുഖത്തെ ബഹുജന റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ചിന് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനമില്ല. ഇന്ന് കൊല്ലം ജില്ലയിലെ പര്യടനത്തോടുകൂടി പര്യടനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രവേശിക്കുന്നു. ഇനി നാളെ വൈകിട്ടാണ് ബഹുജന റാലി. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്ത്
ജനകീയ റാലിയോടുകൂടി ഒരു മാസമായി നടന്നു വന്ന നവകേരള മാർച്ചിന് പരിസമാപ്തിയാകും. കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 116 സ്വീകരണ പരിപാടികൾക്ക് ശേഷമാണ് ജാഥ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നാളെ സമാപനത്തോടുകൂടി ജാഥയ്ക്ക് പരിസമാപ്തിയാവുകയും ചെയ്യും. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ബഹുജനങ്ങളെ അണിനിരത്തി വളരെ വിപുലമായ ഒരു റാലിയാണ് CPM ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള മാർച്ച് ഇന്ന് കൊല്ലം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തലസ്ഥാനത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നു. തിരുവനന്തപുരത്തെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിളംബര ജാഥകൾ നടന്നത്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ സമാപന റാലിയുടെ പ്രചരണാർത്ഥമാണ് തിരുവനന്തപുരത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നത്. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിളംബര ജാഥകൾ. തലസ്ഥാന നഗരിയിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ, ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിലായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഘട്ടമാണിത്. വളരെ ആവേശകരമായിട്ട് തന്നെ ജില്ലയിലെ CPMന്റെ പ്രവർത്തകർ, അനുഭാവികൾ ഒക്കെ തന്നെ ഈ റാലിയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 3 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന വൻ റാലിയോടെയാണ് മാർച്ച് സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നിരാകരിച്ചതോടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയായി. വിഷയം സർക്കാർ ലാഘവത്തോടെ കൈകാര്യം ചെയ്തെന്ന ആക്ഷേപമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉന്നയിക്കുന്നത്. കർഷകരെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയതെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങൾ പാടെ കേന്ദ്ര സർക്കാർ നിരാകരിച്ചതോടെയാണ് മലയോര മേഖലയെ വീണ്ടും ആശങ്കയുടെ നടുക്കഴത്തിലേക്ക് തള്ളപ്പെട്ടത്. ആസൂത്രണമില്ലാത്ത സർക്കാർ സമീപനമാണ് കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ തള്ളാൻ പ്രധാന കാരണം. ജനവാസ കേന്ദ്രങ്ങളെ ESA ഗ്രാമങ്ങളിൽ നിന്നും ഒഴിവാക്കി നൽകിയ സംസ്ഥാന നടപടിയാണ് കേന്ദ്രം തള്ളിയത്. വനാതിർത്തികൾ വില്ലേജ് അടിസ്ഥാനത്തിൽ നിർണയിച്ച് അശാംശവും രേഖാംശവും രേഖപ്പെടുത്തി നൽകിയിരുന്നുവെങ്കിൽ പരിസ്ഥിതി ലോല പട്ടികയിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കപ്പെട്ടേനെ. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയതെന്ന് സ്ഥലം MP കൂടിയായ ജോയ്സ് ജോർജ് പറഞ്ഞു. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോൾ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള സമീപനം സംസ്ഥാന ഗവൺമെന്റ് അതുകൊണ്ട് ദുരഭിമാനം വെടിഞ്ഞ് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാളിച്ചകൾ തുറന്ന് സമ്മതിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. സംസ്ഥാന സർക്കാർ വിഷയം കൈകാര്യം ചെയ്തതിലുണ്ടായ അപാകതയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആരോപിച്ചു. 20 ലക്ഷം പശ്ചിമഘട്ട ജനങ്ങളുടെ ആശങ്കയാണിത്. അവസാന ഘട്ടം വരെ ഇതിനെതിരെ പൊരുതുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. പശ്ചിമഘട്ട ജനത ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും ESAയിൽ പെടുത്താൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവസാനം വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. PJ രാജന്റെ ആരോഗ്യനിലയെക്കുറിച്ച് CBI റിപ്പോർട്ട് തേടി. പരിഹാരത്തെ കാർഡിയോളജിസ്റ്റിനോട് ഉടൻ ഹാജരാകണമെന്ന് CBI ആവശ്യപ്പെട്ട വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, സൗമ്യ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനായി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് CPM നേതാവ് PJ രാജനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ SM അഷ്റഫിനെ സമീപിച്ച CBI അദ്ദേഹത്തിനോട് CBI അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകാൻ നോട്ടീസ് നൽകുകയായിരുന്നു. PJ രാജൻ മുൻപ് ചെയ്ത ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയയുടെ വിശദവിവരങ്ങളും ചികിത്സാ വിധികളും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും വിശദീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് നോട്ടീസിലുള്ളത്. അതേസമയം ജയിൽ സൂപ്രണ്ട് ഇൻചാർജ് അശോകൻ അരിപ്പയിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് PJ രാജന്റെ ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സൗമ്യ.
ജോഷ്ല, നിലവിലെ സാഹചര്യത്തിൽ CBI ഈ വിഷയത്തിലായാലും കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു എന്നൊരു ആക്ഷേപം പൊതുവിൽ ഉണ്ട്. നേരത്തെ തന്നെ CPIM ആശങ്കപ്പെട്ടിരുന്നതും ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായി അദ്ദേഹം ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ട്. ആംബുലൻസിലെത്തിയാണ് അദ്ദേഹം ഹാജരാകുക പോലും ചെയ്തത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ CBIയുടെ ഇന്നത്തെ ഈ ഒരു നടപടിയിൽ എത്രത്തോളം വിശ്വാസ്യതയൊക്കെ ഉണ്ട്? സൗമ്യ, ഇന്നലെ ആണ് പി ജയരാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് തന്നെ ഇത്തരത്തിലൊരു നോട്ടീസ്, അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച നോട്ടീസ് നൽകിയതിൽ പൊതുവെ പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു റിപ്പോർട്ടുകളിലൊന്നും ഇതുവരെ ഇല്ല. മാത്രമല്ല CBIയുടെ ഇത്തരമൊരു നടപടി സംബന്ധിച്ചും അത്തരത്തിലുള്ള ഒരു പ്രതികരണവും പൊതുവെ നേതാക്കളിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജോഷ്ല, നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും നേരെ വന്ന് ഹാജരാകേണ്ട ഒരു സ്ഥിതിയിലേക്കായിരുന്നു അദ്ദേഹം തന്നെ നിലപാടെടുക്കുകയായിരുന്നു. അപ്പോൾ മുതലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പൊതുവിലത്തെ ഇപ്പോഴത്തെ ശാരീരിക സ്ഥിതി എങ്ങനെയാണ്? സൗമ്യ, നേരത്തെ തന്നെ ആക്രമണത്തിന് വിധേയരായ ഒരാളാണ് CPIM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. മാത്രമല്ല അതിനുശേഷം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി തവണ നടത്തിയ ആളാണ്. പിന്നീട് ഇന്നലെ കോടതിയിൽ നേരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ അവിടെ ചികിത്സ ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട്, ഗുരുതരമാണ് അവസ്ഥ, കൂടുതൽ വിദഗ്ധമായ ചികിത്സ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രി ഡോക്ടർമാർ നൽകിയത്. ഇതിനെ തുടർന്നാണ് ജയിൽ സൂപ്രണ്ട് ഇത്തരത്തിൽ അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കുന്നതിന് വേണ്ടിയാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അങ്ങനെ വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ CCUവിൽ പ്രവേശിപ്പിച്ച അതേ സമയം തന്നെയാണ് CBI ഇത്തരത്തിലൊരു നോട്ടീസും ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും തിങ്കളാഴ്ച ഡോക്ടർമാർ CBIക്ക് മുന്നിൽ ഹാജരാകും. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഡോക്ടർമാർ നൽകും എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷെ അവിടെയും ജോഷ്ല, CBIയുടെ നിലപാട് ഇതിന് മുൻപായാലും നമുക്കറിയാം, ജയരാജന്റെ വിഷയത്തിൽ പൊതുവിൽ എടുത്തിട്ടുള്ള നിലപാടുകളായാലും നമുക്ക് വളരെ വ്യക്തമായ ലെറ്റർ പോലും പുറത്തു വന്നിട്ടുള്ളതാണ്. അമിത്ഷായ്ക്ക് RSS നേതാക്കൾ എഴുതിയ ലെറ്റർ, അത്തരത്തിലൊക്കെ തന്നെ. ഇവിടെയൊക്കെ ഇന്നിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ട് തേടി എന്നതിനപ്പുറത്തേക്ക് CBIയുടെ നിലപാട് ഈ വിഷയത്തിൽ ഇതുവരെയും CBI എടുത്തിട്ടുള്ള നിലപാടുകളെയൊക്കെ താരതമ്യപ്പെടുത്തി വേണ്ടേ നോക്കാൻ? സൗമ്യ, CBIയുടെ മറ്റു നിലപാടുകളെ കുറിച്ച് ഇതുവരെ കേസിൽ പ്രതിചേർത്ത നിലപാടിനെ കുറിച്ച് തന്നെ പരക്കെ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല 505 ദിവസം കഴിഞ്ഞ് പി ജയരാജനെ പ്രതി ചേർക്കുന്നു. അതുവരെ പ്രതിയല്ല എന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ അവസരത്തിൽ പോലും കോടതിയിൽ പി ജയരാജൻ പ്രതിയല്ല എന്ന് വാദിച്ച CBI ആണ് 505 ദിവസത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ UAPA 43D വകുപ്പ് ചേർക്കുകയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും 25ാം പ്രതിയായി കോടതിയിൽ പിന്നീട് അറിയിക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് കേസിലെ 19 പ്രതികൾക്കും പിന്നീട് പ്രതി ചേർക്കപ്പെട്ട 5 പേർക്കും UAPA വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ 25ാം പ്രതി ചേർത്ത പി ജയരാജന് നേരെ UAPA ചുമത്തിയത് രാഷ്ട്രീയ ഗൂഢലക്ഷ്യമാണെന്നും എന്നാണ് CPM നേതാക്കൾ ആരോപിച്ചിരുന്നത്. അത് ശരിവെക്കും വിധം തന്നെയാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകളും. അതായത് RSSന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിചേർക്കൽ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള CPIMന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നീടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതായത് RSS സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കത്ത് പി ജയരാജൻ. ജോഷ്ല, ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഒരു ചെറിയ അസ്വസ്ഥതകൾ പോലും താങ്ങാനാകാത്ത വിധം അദ്ദേഹത്തിന്റെ ഹൃദ്രോഗം അതീവ ഗുരുതരമാണ് എന്ന ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് അങ്ങനെയാണ് ജോഷ്ല. ഇത് ഇന്നലെ തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ട് ആണ്. റിപ്പോർട്ട് പരിഗണിച്ച് കൊണ്ടാണ് ജില്ലാ ജയിൽ സൂപ്രണ്ട് ഇത്തരത്തിലൊരു വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതായത് അദ്ദേഹം നേരത്തെ തന്നെ 4 തവണയിൽ ഏറെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായ ഒരു ആളാണ്. മാത്രമല്ല ചെറിയൊരു സംഘർഷാവസ്ഥ പോലും ഇത്തരത്തിൽ മാനസികമായി ഉണ്ടാക്കുന്ന ഉത്കണ്ഠകൾ പോലും അദ്ദേഹത്തിന്റെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിപ്പിക്കും. ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില എന്നുള്ളതും
മാത്രമല്ല വിദഗ്ധ ചികിത്സ എപ്പോഴും എല്ലാ ദിവസവും ചികിത്സ നിരീക്ഷണം നടത്തേണ്ട രീതിയിലേക്കുള്ള ഒരു ആരോഗ്യസ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെതെന്നും കാണിച്ചുകൊണ്ടാണ് ഇന്നലെ തന്നെ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇത്തരം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യെസ്, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. പി ജയരാജന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന്, ചെറിയൊരു അസ്വസ്ഥതകൾ പോലും താങ്ങാനുള്ള ഒരു ആരോഗ്യം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത്. കള്ളക്കടത്തിനെയും മാഫിയകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റാണ് സർക്കാരിന്റേതെന്ന് കേരള ജ്വല്ലറി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി MP അഹമ്മദ് പറഞ്ഞു. വോട്ട് ബാങ്ക് മാത്രമാണ് സർക്കാർ ഈ ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളക്കടത്തും മണ്ണക്കോൺ ബിസിനസ്സും അനധികൃത വ്യാപാരവും മാഫിയകളും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ബജറ്റ്. ബജറ്റിൽ മൊത്തം കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണുള്ളത്. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയാം. അപ്പോൾ ഈ നികുതി വെട്ടിപ്പും നികുതി തട്ടിപ്പും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നികുതി സമ്പ്രദായം നടപ്പിലാക്കാൻ ഗവൺമെൻറ്